നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ തങ്ങളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് രാത്രി യാത്ര പോകുന്നുണ്ട്. സിദ്ദീഖ് തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് കുറേ നേരം ഓടും, കുറേ നേരം പിന്നിലേക്ക് ഓടും, പിന്നെ കുറേ നേരം വലത്തോട്ടേക്ക് ഓടും, കുറേ നേരം ഇടത്തോട്ടേക്ക് ഓടും. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്താ എൻ്റെ അബൂബക്കറെ നീ ചെയ്യുന്നത്? അപ്പോൾ അബൂബക്കർ തങ്ങൾ പറഞ്ഞു, ഞാൻ മുന്നിലേക്ക് കുറേ നേരം ഓടുന്നത് മുന്നിൽ നിന്ന് ശത്രുക്കൾ വരുമോ എന്ന് പേടിച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് പേടി പിന്നിലൂടെ ആരെങ്കിലും വരുമോ എന്നാണ്. അങ്ങനെ ഞാൻ പിന്നിലേക്ക് കുറേ നേരം ഓടും. അങ്ങനെ 4 ഭാഗത്തേക്കും ഓടി. പിന്നെയുള്ള പേടി മറ്റൊരു തരത്തിലായിരുന്നു. ഇടതുഭാഗത്ത് നോക്കാൻ പോകുന്ന അവസരത്തിൽ വലതുഭാഗത്തിലൂടെ ആരെങ്കിലും ആക്രമിച്ചാലോ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 4 ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടുമായി കുറേ നേരം ചുറ്റി ഓടിയ മഹാനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ രാത്രിക്ക് പകരം വെക്കാൻ ഈ ഉമറിൻ്റെ മുഴുവൻ ജീവിതം എടുത്താലും എത്തില്ല എന്നാണ് ഉമർ തങ്ങൾ പറയുന്നത്. ഉമർ തങ്ങൾ പറയുന്നുണ്ട്, ഈ ഉമർ അബൂബക്കർ തങ്ങളുടെ നെഞ്ചിലെ രോമമായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുകയാണ് എന്ന്. അവരൊക്കെ സിദ്ദീഖ് തങ്ങളിൽ കണ്ട മഹത്വം കണ്ടോ? പിന്നെ ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിൽ ചെറിയ പരുക്ക് പറ്റിയപ്പോൾ വിരലിൻ്റെ മേലെ നടക്കാൻ തുടങ്ങി. ഇത് സിദ്ദീഖ് തങ്ങൾ കണ്ടതും സിദ്ദീഖ് തങ്ങൾക്ക് മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തോ പ്രയാസമുണ്ടെന്ന്. ഉടനെ എന്താ ചെയ്തതെന്നറിയോ? 53 വയസ്സുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു കുഞ്ഞിനെ എടുക്കുന്നത് പോലെ എടുത്ത് തൻ്റെ ചുമലിൽ കയറ്റി നടന്നു നീങ്ങി. ഈ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പകരം വെക്കാൻ ഈ ലോകത്ത് ആരാണുള്ളത്? അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഹബത്ത്.